ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ അതായത് നവംബർ 2024 കെമിസ്ട്രിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളും അതുപോലെ തേർഡ് മൊഡ്യൂളും ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്ററിലെ വാട്ടർ അനാലിസിസ് ഈ പോർഷൻസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരും കയ്യിലെടുത്ത് വയ്ക്കുക. നമുക്ക് ഓരോ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എ, അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 1 വേർഡിലോ അല്ലെങ്കിൽ 1 സെൻറ്റൻസിലോ ആണ് എഴുതേണ്ടത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ വേവ് അസോസിയേറ്റഡ് വിത്ത് ദ മൂവിങ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ഡാഷ്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവിങ് പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള വേവിനെ വിളിക്കുന്ന പേര് മാറ്റർ വേവ് എന്നാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഈസ് പ്രസൻറ്റ് ഇൻ HF മോളിക്യൂൾ? HF മോളിക്യൂൾ ഇസ് ഹൈഡ്രജൻ ഫ്ലോറൈഡ് മോളിക്യൂൾ. HF മോളിക്യൂളിൽ കാണുന്ന ബോണ്ടിങ് ഏതാണ്? അതിൻ്റെ ആൻസർ കോവാലൻറ്റ് ബോണ്ടാണ്. ദെൻ നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 5? ദ വാട്ടർ വിച്ച് ഇസ് ഫ്രീ ഫ്രം ഓൾ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഇസ് കോൾഡ് ഡാഷ്. അതായത് ആനയോൺസും കാറ്റയോൺസും ഒന്നും അടങ്ങിയിട്ടില്ലാത്ത വാട്ടറിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആൻഡ് ദാറ്റ് വാട്ടർ ഇസ് കോൾഡ് ഡി അയോണൈസ്ഡ് വാട്ടർ. അതാണ് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. സോൾഡർ ഇസ് എൻ അലോയ് ഓഫ് ഡാഷ്. സോൾഡർ എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. ആ അലോയിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് ആരൊക്കെയാണ്? സോ സോൾഡറിൽ അടങ്ങിയിട്ടുള്ളത് ആരൊക്കെയാണ്? ടിന്നും ലെഡും. സോ ആൻസർ ടിൻ ആൻഡ് ലെഡ്. ദെൻ നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ്? ദ നാച്ചുറൽ റബ്ബർ ഇസ് എ പോളിമർ ഓഫ് ഡാഷ്. നമുക്കറിയാം പോളിമേഴ്സിലെല്ലാം അടങ്ങിയിട്ടുള്ളത് മോണോമേഴ്സാണ്. ഒരു മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നത്. സോ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് ഏത് മോണോമറുടെ പോളിമറാണ്? സോ അതിൻ്റെ ആൻസർ ഐസോപ്രീൻ. ഓക്കെ, നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീൻ ആണ്. അപ്പം ഇത്രയാണ് പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ പാർട്ട് ബി 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് the product of uncertainty in position and velocity of an electron വിത്ത് അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അതിൽ 2 ഇക്വേഷൻസ് നമ്മൾ വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? ഇവിടെ നമ്മളോട് മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റിയും പൊസിഷനും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ രണ്ടാമത് എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്. എന്താണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π അല്ലേ? അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് പ്രൊഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് വെലോസിറ്റി. അതായത് നമ്മളോട് ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ മാസിന് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു ഓൾറെഡി അവിടെ h/4π ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന മാസ് അങ്ങോട്ട് പോകുമ്പോൾ താഴെ വരും എം അല്ലേ? സോ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി. ദാറ്റ് ഇസ് ഈക്വൽ ടു h/4πm. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 6.626 ഇൻറ്റു 10⁻⁻34 ബൈ 4 ഇൻറ്റു പൈയുടെ വാല്യൂ അറിയാം 3.14 ആൻഡ് മാസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് NH4+ അയോൺ. NH4+ അയോൺ എന്ന് പറയുന്നത് അമോണിയം അയോൺ ആണ്. ഓക്കെ, സോ ആ അയോൺ ഫോം ചെയ്യുന്നത് കോർഡിനേറ്റ് ബോണ്ട് വഴിയാണ്. സോ അവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്താണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് ജസ്റ്റ് എഴുതുക. എന്തായിരുന്നു കോർഡിനേറ്റ് ബോണ്ട്? 2 ആറ്റത്തിൻ്റെ ഇടയിൽ ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്നു. പക്ഷേ ആ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ആറ്റം മാത്രമായിരിക്കും. അത്തരം ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോർഡിനേറ്റ് ബോണ്ട്. ആ കോർഡിനേറ്റ് ബോണ്ട് വഴിയാണ് അമോണിയം അയോൺ ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഈ റിയാക്ഷനും എഴുതി വയ്ക്കുക. ഓക്കെ,
ദെൻ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ് പറയുന്നത്? നമ്മൾ ഹാർഡ് വാട്ടറിൻ്റെ ഏതെങ്കിലും 3 ഡിസഡ്വാൻറ്റേജസുകൾ എഴുതുക. എന്തൊക്കെയാണ് ഹാർഡ് വാട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? നമുക്കറിയാം, ഹാർഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പത വരാത്ത വെള്ളം അല്ലേ, ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലാദർ റെഡിലി വിത്ത് സോപ്പ്, പെട്ടെന്ന് പത പ്രൊഡ്യൂസ് ചെയ്യില്ല. ആൻഡ് ഹാർഡ് വാട്ടർ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല? നമുക്ക് കുക്ക് ചെയ്യാനും വാഷ് ചെയ്യാനൊന്നും ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഹാർഡ് വാട്ടർ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാൽ തന്നെ അവിടെ എന്ത് ഫോം ചെയ്യും? ഇൻസോല്യൂബിൾ സ്കം അല്ലെങ്കിൽ ഇൻസോല്യൂബിൾ ഡേർട്ട് അല്ലേ, ഡിസോൾവ് ചെയ്യാതെ അലിയാതെ അവിടെ എന്ത് ഫോം ചെയ്യും? ഡേർട്ട് അവിടെ അടിഞ്ഞു കിടക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ. പിന്നെ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്? വാട്ട് ആർ കാർബൺ നാനോ ട്യൂബ്സ് ആൻഡ് ഹൗ ആർ ദേ ക്ലാസിഫൈഡ്? സോ എന്താണ് കാർബൺ നാനോ ട്യൂബ്സ്? കാർബൺ നാനോ ട്യൂബ്സ് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അവരുടെ സ്ട്രക്ചറാണ്. നമ്മൾ CNT എന്ന് ഷോർട്ടാക്കി എഴുതും. ഓക്കെ, കാർബൺ നാനോ ട്യൂബ് അവരുടെ പേരിൽ തന്നെ ഉണ്ട്. ദേ ആർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്ഡ് സ്ട്രക്ചറാണ് അവർക്കുള്ളത്. സോ എന്താണ് കാർബൺ നാനോ ട്യൂബ് എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? ഗ്രാഫൈറ്റ് ഷീറ്റ് റോള് ചെയ്താൽ കിട്ടുന്ന സിലിണ്ട്രിക്കൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കാർബൺ നാനോ ട്യൂബ്. ഓക്കെ, അതാണ് the nano structure of carbon which seemed to be formed by rolling the graphite sheet into cylindrical shape. ഇതിനെയാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയാം. ആൻഡ് ഹൗ ആർ ദേ ക്ലാസിഫൈഡ് എന്ന് വെച്ചാൽ അവരെങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതായത് 2 ടൈപ്സ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. ഒന്നാണ് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ. ദെൻ നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ്? ഹൗ ആർ റിഫ്രാക്ടറീസ് ക്ലാസിഫൈഡ്? ആൻഡ് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. സോ 3 ടൈപ്പ് റിഫ്രാക്ടറീസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ആസിഡ് റിഫ്രാക്ടറീസ്, ബേസിക് റിഫ്രാക്ടറീസ് ആൻഡ് ന്യൂട്രൽ റിഫ്രാക്ടറീസ്. ആസിഡ് റിഫ്രാക്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്? അവർ ആസിഡായിട്ട് റിയാക്ട് ചെയ്യില്ല, നോട്ട് റിയാക്റ്റഡ് വിത്ത് ആസിഡ്. പക്ഷെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും. സോ ഈസിലി റിയാക്റ്റഡ് വിത്ത് ബേസ്. ആൻഡ് ഒരു എക്സാമ്പിൾ എഴുതുക, അലുമിനിയം. സോ എന്താണ് ബേസിക് റിഫ്രാക്ടറീസ്? ബേസിക് റിഫ്രാക്ടറീസ് ആരായിട്ട് റിയാക്ട് ചെയ്യില്ല? ദേ ആർ നോട്ട് റിയാക്റ്റഡ് വിത്ത് ബേസ്. ബേസായിട്ട് റിയാക്ട് ചെയ്യില്ല, പക്ഷെ ആരായിട്ട് റിയാക്ട് ചെയ്യും? ദേ റിയാക്ട് വിത്ത് ആസിഡ്. അവർ ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ പഠിക്കുക, മാഗ്നസൈറ്റ്. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് റിഫ്രാക്ടറി ആണ് ന്യൂട്രൽ റിഫ്രാക്ടറി. ന്യൂട്രൽ റിഫ്രാക്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡായിട്ടും റിയാക്ട് ചെയ്യില്ല, ബേസ് ആയിട്ടും റിയാക്ട് ചെയ്യില്ല. എങ്ങനത്തെ ആസിഡും ബേസും? സ്ലൈറ്റ്ലി അസിഡിക് ഓർ സ്ലൈറ്റ്ലി ബേസിക് മെറ്റീരിയൽസ് ഇവരായിട്ട് റിയാക്ട് ചെയ്യില്ല. ആൻഡ് അതിനൊരു എക്സാമ്പിൾ പഠിക്കുക, ക്രോമൈറ്റ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്. അതും ഒരു ന്യൂട്രൽ റിഫ്രാക്ടറിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് റിഫ്രാക്ടറീസും അതിൻ്റെ എക്സാമ്പിളും. ദെൻ നമുക്ക് അടുത്തത് ഇനി പാർട്ട് സി ആണ്. പാർട്ട് സി ആണ് essay ക്വസ്റ്റ്യൻസ്. സോ 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. 3ൽ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗീവ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാം. നമുക്കറിയാം, ഓർബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലാർ പാത്ത് അറൗണ്ട് ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന സർക്കുലാർ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുക. ആൻഡ് വാട്ട് ഈസ് ഓർബിറ്റൽ? ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന 3D സ്പേസ് ആണ് അല്ലേ? 3D സ്പേസ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. അവരുടെ പ്രത്യേകത എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ഇസ് മാക്സിമം. ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത മാക്സിമം ആയിരിക്കും. ഇതാണ് ഒരു ഡിഫറൻസ്. ആൻഡ് രണ്ടാമത്തെ ഡിഫറൻസ് എന്തെഴുതുക? ഓർബിറ്റിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? പ്ലാനാർ മോഷനാണ് അല്ലേ? ഓർബിറ്റിൽ ഇലക്ട്രോൺസിൻ്റെ മോഷൻ പ്ലാനാർ മോഷനാണ്. ഓർബിറ്റലിലോ 3D മോഷനാണ്. ആൻഡ് തേർഡ് ഡിഫറൻസ്, ഓർബിറ്റിൻ്റെ ഷേപ്പ് സർക്കുലാർ ഷേപ്പാണ്. ഓർബിറ്റലിൻ്റെ ഷേപ്പോ ഓരോ ഓർബിറ്റലിനും ഓരോ ഷേപ്പാണ്. സോ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ്. ഇനി അതിൽ വന്നിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ ആണ്. ഗീവ് ദ ഡി ബ്രോഗ്ലി റിലേഷൻ
ഓക്കെ. ഡി ബ്രോഗ്ലി റിലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡി ബ്രോഗ്ലി ഇക്വേഷൻ. എന്തായിരുന്നു ഡി ബ്രോഗ്ലി ഇക്വേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു h/mv അല്ലേ, ലാംഡ ഈക്വൽ ടു h/mv. ഇതാണ് ഡി ബ്രോഗ്ലി റിലേഷൻ. ഇതാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് കൂടെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് മാസ് 100 gram മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter/second? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ്. ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.625 ഇൻറ്റു 10⁻⁻37. ഓക്കെ, ഇതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ. ആൻഡ് അവിടെ മാസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് മാസ്? 100 gram എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വെലോസിറ്റിയും തന്നിട്ടുണ്ട് 10 meter/second. അപ്പോൾ ഇനി ഡയറക്റ്റ് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം അല്ലേ. ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ h/mv ആണ്. എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, റോമൻ ന്യൂമറൽ 4. അതിലും 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീമെറിറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ്സ് എഴുതാം. എന്തൊക്കെയാണ് ബോർ ആറ്റം മോഡലിൻ്റെ 3 ഡീമെറിറ്റ്സ്? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. പിന്നെ ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ദെൻ പിന്നെ എന്താ എക്സ്പ്ലെയിൻ ചെയ്തത്? ഇറ്റ് എക്സ്പ്ലെയിൻഡ് ഇക്വേഷൻസ് അല്ലേ. 2 ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്ന് ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൊണ്ടുവന്നു. ഇതാണ് 3 മെറിറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഇതേപോലെ 3 ഡീമെറിറ്റ്സും ഉണ്ട്, അതും പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ ആ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇലക്ട്രോ വാലൻറ്റ് ബോണ്ട് അല്ലേ. ഇലക്ട്രോ വാലൻറ്റ് ബോണ്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ആൻഡ് കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. സോ ഇലക്ട്രോ വാലൻറ്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബോണ്ടാണ്? അയോണിക് ബോണ്ട് അല്ലേ. അയോണിക് ബോണ്ടാണ് ഇലക്ട്രോ വാലൻറ്റ് ബോണ്ട്. സോ എന്താണ് അയോണിക് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് ഇലക്ട്രോണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് എന്ത് പറയുക? അയോണിക് ബോണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് 1 or more ഇലക്ട്രോൺ ഫ്രം 1 atom to another atom. ഓക്കെ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടാവുന്നുണ്ട്? അവിടെ ഒരു കാറ്റയോണും ഉണ്ടാവുന്നുണ്ട് ആൻഡ് അവിടെ ഒരു ആനയോണും ഉണ്ടാവുന്നുണ്ട്. കാറ്റയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആൻഡ് ആനയോൺ എന്ന് വെച്ച് കഴിഞ്ഞാലോ നെഗറ്റീവ് ചാർജുള്ള അയോൺ. ഈ കാറ്റയോണും ആനയോണും എന്ത് ചെയ്യും? ദേ അട്രാക്ട് ഈച്ച് അതർ. അവരെ പരസ്പരം അട്രാക്ട് ചെയ്യും. ഏത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി അവർ കൂടി ചേർന്നിട്ടാണ് ഏത് ബോണ്ട് ഉണ്ടാവുക? അയോണിക് ബോണ്ട് ഉണ്ടാവുക. ആൻഡ് അയോണിക് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ് ഏത്? NaCl അല്ലേ, സോഡിയം ക്ലോറൈഡ്. സോഡിയം ആറ്റവും ഉണ്ട്, ക്ലോറിൻ ആറ്റം ഉണ്ട്. സോഡിയം ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, ക്ലോറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 17. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്ലോറിന് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. സോ സോഡിയം എന്നുള്ളത് Na എന്നുള്ളത് എന്തായിട്ട് മാറും? Na എന്നുള്ളത് എന്തായിട്ട് മാറും? അയോൺ ആയിട്ട് മാറും അല്ലേ, Na+. ആൻഡ് ക്ലോറിൻ എന്തായിട്ട് മാറും? Cl-. ഈ Na+ഉം Cl- കൂടി ചേർന്നിട്ടാണ് ഏതുണ്ടാവുന്നത്? NaCl. ഓക്കെ. സോ ഇതാണ് അയോണിക് ബോണ്ടിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്, റോമൻ ന്യൂമറൽ 6. അതിലും 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടറുടെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. എന്താവുന്നു പോർട്ടബിൾ വാട്ടർ? കുടിക്കാൻ സേഫ് ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പോർട്ടബിൾ വാട്ടർ. അപ്പോൾ അതിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അത് ക്ലിയർ ആയിരിക്കണം ആൻഡ് സ്മെൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്ത് പറയും? ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഓർഡർലെസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഷുഡ് ബി
ക്ലിയർ ആൻഡ് ഓർഡർലെസ്. ആൻഡ് രണ്ടാമത്തത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസം. അതിൽ ബാക്ടീരിയാസ് ഒന്നും അടങ്ങിയിട്ടുണ്ടാവാൻ പാടില്ല അല്ലേ. സോ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ്. ആൻഡ് അതേപോലെ അതിൽ ഗ്യാസസ് ഒന്നും അടങ്ങിയിട്ടുണ്ടാവാൻ പാടില്ല. ഡിസോൾവ്, ഈ വെള്ളത്തിൽ പെട്ടെന്ന് ഗ്യാസസ് ഡിസോൾവ് ചെയ്യും അല്ലേ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലെയുള്ള ഗ്യാസസ് ഒന്നും അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസോൾവ്ഡ് ഗ്യാസസ്. സോ ഇങ്ങനെ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ആൻഡ് അതിൽ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്നുള്ളതും ആൻഡ് സ്റ്റെറിലൈസേഷനിൽ വരുന്നൊരു മെത്തേഡാണ് ബ്ലീച്ചിങ് പൗഡർ അല്ലേ. ബ്ലീച്ചിങ് പൗഡറിൽ വന്നിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താ സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, ഡ്രിങ്കിങ് വാട്ടറിലുള്ള ബാക്ടീരിയാസിനെയും ജേംസിനെയും എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, സ്റ്റെറിലൈസേഷൻ. ഓക്കെ, it is the process of destroying disease causing bacteria and microorganisms using fertilizers or disinfectant like bleaching powder. ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ള ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടോ ബാക്ടീരിയാസിനെല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുക. ആ സ്റ്റെറിലൈസേഷനിൽ വരുന്ന ഒരു മെത്തേഡാണ് ബ്ലീച്ചിങ് പൗഡർ മെത്തേഡ്. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ മെത്തേഡ്. ആൻഡ് ബ്ലീച്ചിങ് പൗഡർ ഫോർമുല എന്താ, CaOCl2. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ ഫോർമുല CaOCl2 ആണ്. CaOCl2 വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് ഗ്യാസ് ഫോം ചെയ്യും, ക്ലോറിൻ ഗ്യാസ്, അതായത് ക്ലോറിൻ അവിടെ ഫോം ചെയ്യും. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ വാട്ടറിലിട്ട് തന്നെ അവിടെ ആര് ഫോം ചെയ്യും, ക്ലോറിൻ. ഈ ക്ലോറിനാണ് എന്ത് ചെയ്യുക, വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുക. ആൻഡ് അവിടെ ഏത് ആസിഡ് ഫോം ചെയ്യും, ഹൈപ്പോക്ലോറസ് ആസിഡ്, HOCl. ആ HOCl വീണ്ടും ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും, HClഉം നേസെൻറ്റ് ഓക്സിജൻ. ഈ ഓക്സിജനെ വിളിക്കുന്ന പേരെന്താണ്, നേസെൻറ്റ് ഓക്സിജൻ എന്ന് വെച്ചാൽ ന്യൂലി ഫോംഡ് ഓക്സിജൻ. പുതിയതായിട്ട് അവിടെ ഫോം ചെയ്ത ഓക്സിജനെയാണ് നേസെൻറ്റ് ഓക്സിജൻ എന്ന് പറയാം. നേസെൻറ്റ് ഓക്സിജൻ ഉണ്ടോ അവിടെ ആ വാട്ടറിലുള്ള ജേംസ് എന്ത് ചെയ്തു പോവും, ചത്തുപോകും. സോ ജേംസ് ഗെറ്റ് കിൽഡ്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്, റോമൻ ന്യൂമറൽ 8. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 ടൈപ്പ് ഹാർഡ്നെസ് ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ഹാർഡ്നെസ് ഏതൊക്കെയാണ്, ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്സും മറ്റേത് പെർമനൻറ്റ് ഹാർഡ്നെസ്സും. ആൻഡ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം എന്താണ്, നമുക്കറിയാം ഹാർഡ് വാട്ടറിൽ എന്തടങ്ങിയിട്ടുണ്ട്, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ടെമ്പററി ഹാർഡ്നെസ് ആവണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വാട്ടറിൽ ആരായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റാണ് അടങ്ങിയിട്ടുണ്ടാവുക. ആൻഡ് ഹാർഡ്നെസ് പെർമനൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലാരായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സും. ഓക്കെ, ഇതാണ് 2 ടൈപ്പ് ഹാർഡ്നെസ്. ഇനി അതിൽ ചോദിച്ചുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ പോർട്ടബിൾ വാട്ടർ മുനിസിപ്പൽ സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോവുക, അതൊരു ഫ്ലോ ചാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ടാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ബ്ലോക്ക് ഡയഗ്രാം പോലെ തന്നെ വരയ്ക്കുക. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്ക്രീനിങ് ടാങ്ക്. ഫസ്റ്റ് സ്ക്രീനിങ് ടാങ്കിലോട്ട് പാസ് ചെയ്യും. അങ്ങനെ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞ വെള്ളത്തെ പിന്നെ എന്ത് ചെയ്യാൻ വെക്കും, നമ്മൾ സെഡിമെൻറ്റ് ചെയ്യാൻ വെക്കും, സെറ്റിൽ ചെയ്യാൻ വെക്കും. കുറേ സമയം സെറ്റിലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്തതിന് ശേഷം ആ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. സോ അതിനെ ഫിൽട്രേഷൻ ടാങ്കിലേക്ക് മാറ്റും. ഫിൽട്രേഷൻ ടാങ്കിൽ നിന്ന് ദെൻ അതിനെന്ത് ചെയ്യും, ക്ലോറിനേഷൻ ടാങ്കിലേക്ക് മാറ്റും. ക്ലോറിനേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സ്റ്റെറിലൈസേഷൻ എല്ലാം ചെയ്ത് ക്ലോറിനേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം എന്തായിരിക്കും, പോർട്ടബിൾ വാട്ടർ. ദെൻ ഇറ്റ് ഈസ് റെഡി ഫോർ സപ്ലൈ. ഓക്കെ, ഇതാണ് ഫ്ലോ ചാർട്ട്. ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആൻഡ് ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്, റോമൻ ന്യൂമറൽ 9. അതിലും 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 3 പർപ്പസസ് ഓഫ് മേക്കിംഗ് അലോയ്സ്. അലോയ്സ് ഉണ്ടാക്കുന്നതിൻ്റെ 3 പർപ്പസ് എഴുതുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അലോയ്സ് ഉണ്ടാക്കുന്നത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒന്ന് കൊറോഷൻ, തുരുമ്പ് പിടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനോടുള്ള റെസിസ്റ്റൻസ്, പ്രതിരോധം ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ എന്തെഴുതുക, ടു ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ടു
കൊറോഷൻ. ആൻഡ് രണ്ടാമത്തത് മെറ്റലിൻ്റെ ഹാർഡ്നെസ്, ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, സോ ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ഓഫ് ദി മെറ്റൽ. ആൻഡ് മൂന്നാമത്തത് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി, കെമിക്കൽ റിയാക്ടിവിറ്റി മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കളേഴ്സ് മോഡിഫൈ ചെയ്യാൻ, ആ ഒരു പോയിൻ്റ് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് പർപ്പസസ് ഓഫ് മേക്കിംഗ് അലോയ്സ്. പിന്നെ അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതുക. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് പോളിമേഴ്സ് ഉണ്ട്. പോളിമേഴ്സ് നമ്മൾ എങ്ങനെയാണോ ഹീറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് പോളിമേഴ്സാണ്. ഒന്ന് തെർമോപ്ലാസ്റ്റിക്സും മറ്റേത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. തെർമോപ്ലാസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദേ ക്യാൻ ബി റിപ്പീറ്റഡ്ലി സോഫ്റ്റനിങ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓൺ കൂളിംഗ്. അതായത് തെർമോപ്ലാസ്റ്റിക്കുകളെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താവും, സോഫ്റ്റ് ആവും. ആ ചൂടാക്കിയതിനെ നമ്മളൊന്ന് തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചെന്താവും, ഹാർഡാവും. സോ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എല്ലാ തെർമോപ്ലാസ്റ്റിക്സും അഡീഷൻ പോളിമേഴ്സ് ആണ്. ആൻഡ് ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകത, ഒരിക്കൽ നമ്മൾ അവരെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഹാർഡായി, പിന്നെ നമ്മൾ എത്ര അവരെ ചൂടാക്കിയാലും എന്താവില്ല, സോഫ്റ്റൻ ആവില്ല. അത്തരം പോളിമേഴ്സിനെയാണ് എന്ത് പറയുക, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദേ കനോട്ട് ബി റീസൈക്കിൾഡ്. ആൻഡ് എല്ലാ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും എന്താണ്, കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. ഇനി ഓരോ എക്സാമ്പിൾസും പഠിക്കുക. തെർമോപ്ലാസ്റ്റിക്സിന് എക്സാമ്പിളാണ് പോളിത്തീൻ അല്ലെങ്കിൽ PVC. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബേക്കിലൈറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. അതിലും 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമോപോളിമർ ആൻഡ് കോപോളിമർ. അപ്പോൾ എന്താണ് ഹോമോപോളിമർ? ഒരൊറ്റ ടൈപ്പ് മോണോമർ യൂണിറ്റ് അടങ്ങിയിട്ടുള്ള പോളിമേഴ്സിനെയാണ് ഹോമോപോളിമർ എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ പോളിത്തീൻ, അതിൽ ഈത്തീൻ എന്ന് പറയുന്ന മോണോമർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് വരുന്ന മറ്റൊരു എക്സാമ്പിളാണ് PVC, അതിൽ ഉള്ള ഒറ്റ മോണോമർ വിനൈൽ ക്ലോറൈഡ്. രണ്ടാമത്തെ ടൈപ്പ് പോളിമറാണ് കോപോളിമർ. കോപോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നിലധികം മോണോമർ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ബേക്കിലൈറ്റ് അല്ലെങ്കിൽ ബ്യൂണായസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നാനോ മെറ്റീരിയൽസിൻ്റെ അപ്ലിക്കേഷൻസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നാനോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ചെറിയ സൈസുള്ള മെറ്റീരിയൽസ് അല്ലേ. 1 നാനോമീറ്റർ തൊട്ട് 100 നാനോമീറ്റർ വരെ സൈസ് വരുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, നാനോ മെറ്റീരിയൽസ്. സോ അവരുടെ അപ്ലിക്കേഷൻസ് പറയുന്നത് അവരൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദേ ആക്ട് ആസ് എ ബെറ്റർ കാറ്റലിസ്റ്റ്. രണ്ടാമത്തത് ട്യൂമറുകളെല്ലാം ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ദേ ക്യാൻ ഡിറ്റക്റ്റ് ട്യൂമേഴ്സ്. പിന്നെ ബയോ കോമ്പാക്റ്റബിൾ, നമ്മുടെ ബോഡിയോട് ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള ജോയിൻറ്റുകളൊക്കെ ഉണ്ടാക്കാൻ, അതാണ് ബയോ കോമ്പാക്റ്റബിൾ ജോയിൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതേപോലെ പുതിയതായി ജനിച്ച കുട്ടികളുടെ ന്യൂ ബോൺ ബേബീസിൻ്റെ DNA മാപ്പിംഗ് പെട്ടെന്ന് തന്നെ DNA മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വിക്ക് DNA മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർട്ട് സിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും വാട്ടർ അനാലിസിസ് എന്ന് പറഞ്ഞ ഭാഗത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.